ഈ 2025-ഉം 26-ഉം ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പുമായാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഈ തങ്ങളുടെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് വിജയിച്ചാലേ കഴിയൂ എന്നൊരാഗ്രഹം തങ്ങൾക്കുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 60% സീറ്റുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സീറ്റുകളിലും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ ഇപ്പോൾ BJP നേതാക്കളിലേക്കും എത്തിയിട്ടുണ്ടോ? അതെ, സുരേഷ് ഗോപി ആലപ്പുഴയിൽ പറഞ്ഞൊരു കാര്യമാണ്, ജയിച്ചേ പറ്റൂ എന്ന ചിന്ത വേണം. അത് അത് BJPക്ക് മാത്രമല്ല, ആർക്കായാലും എവിടെ നിന്ന് പ്രവർത്തിക്കുന്നുവോ അതിലുള്ളവരൊക്കെ തന്നെ അങ്ങനെ ഒരു ചിന്ത, അതൊരു പോസിറ്റീവ് ചിന്തയാണ്. ഇപ്പം കേരളത്തിലെ BJPക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ആഹ്വാനമാണത്. സുരേഷ് ഗോപി, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ ചില വിയോജിപ്പുകളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില മാനറിസം, മറ്റു ചില ഗോഷ്ഠികൾ ഒക്കെ പിന്നെ എന്തോ ഒരു അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്ന മാതിരിയുള്ള ചില പോക്കും വരവും ഒക്കെ അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഒരു മണ്ഡലത്തിൽ തോൽവി ഉണ്ടായാൽ പോലും ആ തോൽവി അത് വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടം കേന്ദ്രീകരിച്ചു കൊണ്ട് നിന്ന് അവിടം കീഴടക്കുക, അത് സുരേഷ് ഗോപി നേടിയ ഒരു വലിയ വിജയമാണ്. സുരേഷ് ഗോപി മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാണോ, അതല്ല അദ്ദേഹം മുഴുവൻ സമയ സിനിമാക്കാരനാണോ, അതോ രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും കൂടെ ചേർന്നതാണോ, അതൊക്കെ വേറെ പ്രശ്നം. ഒരു വലിയ ഒരു പാഠമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ, BJPക്ക് എന്നല്ല ആർക്കും നൽകിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തെ തൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടുവന്ന് അത് വേണ്ട തരത്തിൽ സംരക്ഷിച്ച്, തോൽവിയിൽ പോലും സംരക്ഷിച്ചു കൊണ്ടുപോയി അടുത്ത തവണ വിജയത്തിലേക്ക് കടന്നു. അതാണ് നമ്മൾ 2024 കണ്ടത്, ആ വിജയം. ശോഭാ സുരേന്ദ്രൻ തന്നെ എന്താണ് പറഞ്ഞത് BJPക്കാരോട്? സുരേഷ് ഗോപിയെ മാതൃകയാക്കൂ. ശരിയാണ്. ഇത് സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമാ പരിവേഷം കൂടിയുണ്ട്. ആ ഒരു ഗ്ലാമർ കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തി. സുരേഷ് ഗോപിയാണ് BJP എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്നത് സുരേഷ് ഗോപിയാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ. പക്ഷെ ശോഭാ സുരേന്ദ്രന് അതിനു മുമ്പ് തന്നെ ആ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. പക്ഷെ അത് ശോഭാ സുരേന്ദ്രൻ ഒരു തനി രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ്. പക്ഷെ സുരേഷ് ഗോപി ഒരു സിനിമാക്കാരന്റെ മുഖമുണ്ട്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്. ശോഭാ സുരേന്ദ്രന്റെ ഓരോ ചുവടുവെപ്പും എങ്ങനെയാണ് ആ മണ്ഡലത്തെ ഇളക്കി മറിക്കുക, ആ മണ്ഡലത്തിൽ തോൽവി ഉണ്ടായാൽ പോലും അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുക. അതാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ സംസ്ഥാന ഘടകം ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് അട്ടിമറിച്ച് വേറൊരിടത്തേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ തുടർച്ചയായി വിജയിക്കണം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2024 ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നുവെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നുള്ള ഉറപ്പാണ്. 19 ഇളക്കി മറിച്ചെടുത്തിട്ട് കൊടുത്തില്ലേ ആറ്റിങ്ങല്. ഇനി 2029 ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിർത്തുവോ? ഇവിടുത്തെ സംസ്ഥാന ഘടകം പുകച്ച് പുറത്ത് അടിച്ച് വേറെ ഏതെങ്കിലും ഇടങ്ങളിൽ കൊണ്ട് നിർത്തും. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ മണ്ഡലവും കിട്ടത്തില്ല, ശോഭാ സുരേന്ദ്രൻ പോകുന്നിടവും ഇളക്കി മറിച്ചിടും, അത്രേ ഉള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. ജനം നോക്കുന്നത് ജയിച്ചോ ഇല്ലയോ എന്നാണ്, അല്ലാതെ വോട്ടിംഗ് ശതമാനം ഒന്നുമല്ല. നമ്മൾ കണക്കനുസരിച്ച് പറയും 2024 ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് കൂടി എന്നൊക്കെ പറയും. ഇത് CPM-ന്റെ ഒരു കണക്കാണ് കേട്ടോ. CPM ഈ 140 മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും തോറ്റു കഴിഞ്ഞാലും ഇവരുടെ ഈ പോളിറ്റ് ബ്യൂറോയും അവൈലബിൾ പോളിറ്റ് ബ്യൂറോയും മാങ്ങാത്തൊലിയും ഒക്കെ കൂടെ ഇരുന്ന് യോഗം ചേരും. എന്നിട്ട് യോഗം ചേർന്നിട്ട് അവരുടെ ഒരു വിലയിരുത്തലാണ് 2019 തെരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ 2016 തെരഞ്ഞെടുപ്പില് നമുക്ക് ഇന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇത്ര ശതമാനം, പക്ഷെ ഇവിടെ ഇത്ര ശതമാനം വോട്ട് ചോർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. എത്ര വന്നാലും തോറ്റു. ഈ തോറ്റു തുന്നം പാടി എന്നുള്ളത് ഇവന്മാര് പറയത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത്ര ശതമാനം ചോർച്ചയാണ് സംഭവിച്ചത്, മറ്റുള്ളിടത്ത് ഇത്ര ശതമാനമേ വന്നിട്ടുള്ളൂ, മറ്റുള്ളിടത്ത് ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് 2016 വോട്ടിംഗ് ശതമാനം കൂടി. ഇത്തരത്തിലുള്ള ചില കണക്കുകൾ പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രീതി CPM-ന് പണ്ടേ ഉണ്ട്. അതിനെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി അട്ടിമറിച്ച് പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ വോട്ട് വിഹിതം കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പിടിച്ചെടുക്കുക, അത് വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നുണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് കേരളത്തിൽ 12 മുതൽ 15 വരെ സീറ്റുകൾ പിടിക്കാം എന്നുള്ളത്. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർധനവുണ്ടായിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ പോരാ, അത് പിടിച്ചെടുക്കണം. അതുപോലെ തന്നെ BJP ഓഫീസുകൾ സേവന കേന്ദ്രങ്ങളായി മാറ്റണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ കുറെ പേര് വന്ന് ഇരുന്ന് വലിയ സൈദ്ധാന്തികന്മാരാകരുത്. അത് സേവന കേന്ദ്രമാകണം. ഇപ്പൊ നമുക്ക് കാണാം, BJP സർക്കാർ ഈ കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ 2014 മുതൽ, അതിനു മുമ്പ് നമ്മൾ മാറ്റി നിർത്താം വാജ്പേയിയുടെ ഭരണകാലത്തേക്ക്, 2014 മുതൽ എത്രയെത്ര ജനസേവന കാര്യങ്ങളുണ്ട്. ഇത് താഴെത്തട്ടിൽ എത്തുന്നില്ല വേണ്ട തരത്തില്. കൃഷിക്കാർക്ക് വേണ്ടതായ പദ്ധതികൾ, PM കിസാൻ, കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള സ്കോളർഷിപ്പ്, കാർഷിക വായ്പ, അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ ഉണ്ടെന്നറിയാമോ? തൊഴിൽ സംരംഭകർക്കായിട്ടുള്ള പദ്ധതികൾ, യുവാക്കൾക്ക് അതിന് പ്രത്യേക ലോൺ എടുത്തുകൊണ്ട് ചില ചെറിയ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള, വീടുകളിൽ ഇരുന്ന് പോലും ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇപ്പോഴും ആകാശവാണിയിലും ഒക്കെ അത് കൊടുക്കാറുണ്ട്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്, ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ പാർട്ടിക്കാരിത് പലയിടങ്ങളിലും എത്തിക്കണം. പല യുവാക്കളും ചെറിയ തരത്തിലുള്ള ഈ ലോൺ അന്വേഷിച്ച് ചെല്ലും ബാങ്കില്. പ്രധാനമന്ത്രിയുടെ ഇന്ന പാക്കേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാങ്കുകാരെന്ത് ചെയ്യുന്നറിയാമോ? അത് ഡിസ്കറേജ് ചെയ്യും, ഇവനെ പറഞ്ഞങ്ങ് വിടും. അതിന് സബ്സിഡി ഉള്ളതാണ്. ബാങ്കുകാരതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതിനെ ചോദ്യം ചെയ്യണം. അവിടെ പാർട്ടിക്കാർ ഇടപെടണം. അവൻ അർഹനാണെന്നുണ്ടെങ്കിൽ അവന് അതിൻ്റെതായ നിയമവശങ്ങൾ അനുസരിച്ചുള്ള പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് കൊടുക്കാൻ യോഗ്യനാണെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഇതാണ് സേവന കേന്ദ്രങ്ങളാക്കി മാറേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പാക്കേജുകളെല്ലാം പാർട്ടി ഓഫീസുകൾ വഴി കൂടുതൽ പ്രചരിപ്പിക്കുകയും ഓരോ മണ്ഡലത്തിനകത്തും അത് പലതരത്തിൽ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് ബൂത്ത് തലത്തിലോ ഏത് തലത്തിലായാലും അവിടെ ആർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ സഹായിക്കണം. അല്ലാതെ ഈ വെറും നേതാക്കന്മാരെന്നും പറഞ്ഞ് ഈ ചപ്രാച്ചി അടിച്ച് നടക്കുക അല്ല വേണ്ടത്. സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ന്യായമാണ്. BJP ഓഫീസുകൾ സേവന കേന്ദ്രങ്ങളാകണം, പിന്നെ ജയിച്ചേ പറ്റൂ. അപ്പൊ രണ്ടുപേരെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ BJP ഘടകം മാതൃകയാക്കണം. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, രണ്ട് സുരേഷ് ഗോപി. ഇവരെ രണ്ടുപേരെയും മുന്നിൽ നിർത്താൻ കേരളത്തിൽ BJP രക്ഷപ്പെടും. ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാക്ക്, കേരളത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ട്, നേട്ടമുണ്ടാകും. പക്ഷേ ഇവിടെ കേരളത്തിലെ BJP ഘടകം പണ്ട് മുതൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലാണ്. പണ്ട് വോട്ട് കച്ചവടമായിരുന്നു, ഇപ്പൊ അതൊക്കെ ഇടയ്ക്കൊക്കെ മാറി. ഇപ്പോഴെന്താണ്? മറ്റൊരു തരത്തിലാകുകയാണ്. വിഭാഗീയതയുടെ അങ്ങേയറ്റമായി തീർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വിജയം ഉണ്ടാകേണ്ടതല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് കൈക്കുമ്പിളിൽ നിന്ന് പോയതല്ലേ. അപ്പോൾ ഇതൊക്കെ വേണ്ട തരത്തിൽ പ്രവർത്തിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. തോൽവി ഉണ്ടായാലും അവിടെയും കേന്ദ്രീകരിച്ച് നിൽക്കണം, അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഈ പാർട്ടി ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് നേട്ടമുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അത് പാർട്ടി ഉൾക്കൊള്ളാൻ തയ്യാറാണ്.